പക്ഷെ അത് വീണ്ടും എൻ്റെ തലയിൽ തന്നെ വന്നിട്ടുണ്ട്. എനിക്കൊരു ഫോർമൽ പ്രസംഗത്തിന് ഒന്നും ഇവിടെ പ്രസക്തിയില്ല, രണ്ട് എനിക്ക് അറിഞ്ഞും കൂടെ. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം ഒഴിവാക്കാം. ഒന്ന് രണ്ട് എന്താ ലൈഫിലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. ഒന്ന് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഒരു 1.5 മാസമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നിട്ട്, അപ്പം അത് എൻ്റെ ലൈഫിലൊരു എക്സാമ്പിളാണ്. വളരെ എന്താണ് ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിനെ മാനസികമായിട്ടൊക്കെ ഒരുപാട് ബാധിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടോ കുട്ടിക്കാലം മുതൽ അച്ഛൻ വലിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് വലിയ എതിർപ്പ് തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ ഒരു ബിയർ പോലും കഴിച്ചിട്ടുമില്ല. ഇനിയോട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം വേറൊന്നുമല്ല, ഈ കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്തിനാണെന്ന് അറിയോ? ഈ കഴിക്കാൻ ഭയങ്കര ഫാഷനായിട്ട് വിചാരിക്കുന്ന ആൾക്കാർ ശരിക്കും ഈ കുടിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കുറച്ച് നേരം ഇരിക്കണം, അറിയോ? അപ്പോൾ അറിയാം നമുക്ക് എന്ത് ബോറാണ്. കഴിക്കാണ്ടിരിക്കണം, നമ്മൾ വെള്ളം അടിക്കരുത്, നമ്മൾ വെറുതെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം നമ്മൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിക്കുന്ന സമയത്ത്. ഒന്നാമത് ബോധവും ബുദ്ധിയില്ല, പിന്നെ അതിൻ്റെ പുറത്തുകൂടി ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥയൊക്കെ ഭയങ്കര ബോറാണ്, ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ഇതൊരു ഫാഷനായിട്ട് വിചാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പോലും ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റാണ്. റിക്വസ്റ്റ് വെച്ചാൽ ഭയങ്കര ബോറാണ്, ഒട്ടും ഭയങ്കര ഒരു ഫാഷനബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്കൊക്കെ ഭയങ്കര പുച്ഛമുള്ളൊരു കാര്യമാണ് ഈ കഴിക്കുന്നു അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ സഹായത്തോടു കൂടി നിൽക്കാൻ ശ്രമിക്കുന്നുള്ളത് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്നോട് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന അല്ലെങ്കിൽ യോജിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഈ പ്രതിജ്ഞ ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. ആരെയും നിർബന്ധിക്കില്ല കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഐ ഫീൽ ഓണർഡ്. ഒരാൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. തയ്യാറല്ലേ എല്ലാവരും? തയ്യാറാണോ എല്ലാവരും? എനർജി ഇല്ല, തയ്യാറാണോ? റെഡി? എല്ലാവരും ഒരുമിച്ച് കേട്ടോ. ജീവിതത്തിൽ എനിക്ക് ലഭിച്ച, ഉറക്കെ പറയാം കേട്ടോ എല്ലാവരും, ഇത് പറയണമെന്നില്ല, ഒന്നുകൂടെ പറയാം. ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച സൗന്ദര്യവും ആരോഗ്യമുള്ളതുമായ ഈ ശരീരവും ദൈവാനുഗ്രഹമായി ലഭിച്ച ആന്തരിക അവയവങ്ങളും ലഹരി ഉപയോഗിച്ച് ഞാൻ നശിപ്പിക്കില്ല. ലഹരിയുടെ ഉപയോഗം മൂലം മാനവരാശിക്കുണ്ടായ ദുരന്തങ്ങൾ മുഴുവനായും എനിക്ക് ബോധ്യമുണ്ട്. എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നാലും ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്നും സൗഭാഗ്യമായി എനിക്ക് ലഭിച്ച എൻ്റെ ശരീരവും അവയവങ്ങളും നശിപ്പിക്കില്ലെന്നും ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സഹപാഠികളെയും പരിചയക്കാരെയും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി സദാ ശ്രമിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഫോളോ ദിസ്. ഓക്കെ, ഇത് വെറുതെ പറഞ്ഞിട്ട് പോലെയല്ല. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം 10 മിനിറ്റിനുള്ളിൽ സമാപിക്കും. അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സംഗീത ഭൂപടത്തിൽ ഇടം പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന നാദവിസ്മയം പരിപാടി നടക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഈ പരിപാടി സമാപിക്കും. ആ പരിപാടിയുടെ